ഹലോ, ഇത് എൻ്റെ കാക്കപ്പെണ്ണാണ്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി സ്ഥിരമായിട്ട് എന്നെ കാണാൻ വേണ്ടി വരും. അപ്പോൾ അവൾ ഭക്ഷണം ചോദിച്ചു വരുമ്പോൾ എൻ്റെ കുട്ടിപ്പട്ടാളം കൂടെ ഉണ്ടാകും. കുട്ടിപ്പട്ടാളത്തെ കാണുമ്പോൾ അവർക്ക് പേടിയാണ്. അപ്പോൾ അവൾ മാറി നിൽക്കും. ഏത് കൂട്ടത്തിലായാലും എനിക്ക് അവളെ കണ്ടാൽ മനസ്സിലാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ ചിറകിൻ്റെ ഒരു ചിറക് പൊങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ആർക്കില്ലാത്തൊരു പ്രത്യേകത ആയതുകൊണ്ട് എനിക്ക് അവളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തത് ഫഹദിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തു. സാധാരണ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൾ പോകാറാണ്. ഇന്നിപ്പോൾ കൊടുത്തത് പോരാതെ ഇപ്പോൾ രണ്ടാമത് വന്നു. ഇത് എന്നും വന്ന് ഈ ജനലിലൂടെയാണ് എന്നെ വിളിക്കുക. ഞാൻ കിച്ചണിലായിരിക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ജനലിൽ കൂടി വന്ന് എന്നെ വിളിക്കും. ജനലിൻ്റെ അവിടെ വന്ന് ആ മതിലിലിരുന്ന് വിളിക്കും. അപ്പോൾ ഫ്രണ്ട് വശത്താണ് ഞാനുള്ളതെങ്കിൽ അവൾ മാവിൽ വന്ന് എന്നെ വിളിക്കും. ഇതാണ് പതിവ്. ഇപ്പോൾ ഇന്ന് രണ്ടാമതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജനലിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വിളിച്ചു. പക്ഷേ തൊട്ടടുത്ത് അവിടെ കുട്ടിപ്പട്ടാളം നിൽപ്പുണ്ട് കാത്ത്. അതുകൊണ്ട് അവൾക്ക് ഇറങ്ങി വരാൻ പേടിയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇനി പുറത്ത് പോയി കൊടുക്കേണ്ടി വരും. ഫഹദ് ഇങ്ങനെ ഉന്നം വെച്ചിരിക്കുകയാണ്. ആമ്പലിപ്പം ഇല്ല. ആമ്പലുണ്ടെങ്കിൽ എന്തായാലും അവളൊന്ന് ചാടി പിടിക്കാൻ നോക്കും. ആമ്പലിന് പിന്നെ കിളീനെ പിടുത്തമൊക്കെ ഇത്തിരി കൂടുതലാണ്. എനിക്ക് ആമ്പലിനെ പേടിയാണ്. ബിസ്ക്കറ്റ് കാണിച്ചിട്ട് അവൾ വരുന്നില്ല. അവിടെ തന്നെ ഇരുന്ന് കരയാണ്. ഇനി ഞാൻ തന്നെ പോയി കൊടുക്കാം. കുറച്ച് നാൾ വരില്ല, പിന്നെ വരും. അങ്ങനെയാണ് അവൾ. എവിടേക്കൊക്കെയോ നാട് ചുറ്റി പോകുന്ന പതിവുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിപ്പട്ടാളം ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ അവൾ വരും? അങ്ങനെ അവൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തു. പഴമൊന്നും അവൾ കഴിക്കില്ല കേട്ടോ. ബിസ്ക്കറ്റ്, ചപ്പാത്തി